നിമിഷപ്രിയയുടെ മോചനത്തിന് ഹർജിക്കാരുടെ പ്രതിനിധി സംഘത്തെ യമനിലേക്ക് അയക്കണമോ എന്നതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ എന്ന് സുപ്രീം കോടതി. കുടുംബത്തെ അല്ലാതെ ഹർജിക്കാരുടെ സംഘത്തെ അയച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ച കാര്യം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. വധശിക്ഷ നീട്ടിവെച്ചതിന് പിന്നിൽ പ്രയത്നിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറും കേന്ദ്ര സർക്കാരും അടക്കം എല്ലാവർക്കും നന്ദി അറിയിച്ച ഹർജിക്കാർ ചർച്ചകൾക്കായി യമനിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുന്നതിന് കേന്ദ്രം അനുമതി നൽകണം എന്നാവശ്യപ്പെട്ടു. 2 കേന്ദ്ര സർക്കാർ പ്രതിനിധികളും 2 നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ പ്രതിനിധികളും കാന്തപുരത്തിന്റെ 2 പ്രതിനിധികളും ഉൾപ്പെട്ട സമിതി വേണം എന്നാണ് ആവശ്യം. വിശദാംശങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കാനാകില്ലെങ്കിലും കേന്ദ്ര സർക്കാർ കാര്യമായി ഇടപെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയ കേന്ദ്രം ചർച്ചകളിൽ കുടുംബത്തിന് മാത്രമാണ് കാര്യമെന്നറിയിച്ചു. ഏതെങ്കിലും സംഘടന യമനിൽ പോയാൽ മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്ന് അറ്റോർണി ജനറൽ നിലപാടറിയിച്ചു. നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് പരിമിതികളുണ്ടെന്ന് ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. തുടർന്ന് പ്രതിനിധി സംഘത്തെ അയക്കുന്ന ആവശ്യവുമായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 14-ന് ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി.